എക്സിറ്റ് പോളുകളെല്ലാം പുറത്തു വന്നു. UDF വൻ വിജയം നേടി. കേരളം അടുത്ത UDF ഭരിക്കുമെന്നാണ് 99% എക്സിറ്റ് പോളുകളും പറയുന്നത്. വികസനത്തിൻ്റെ പേര് പറഞ്ഞാണ് എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. UDFും BJPയും വികസനങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തപ്പോൾ ഇടതുപക്ഷമാകട്ടെ ചെയ്ത വികസനങ്ങൾ, അതായത് റോഡുകൾ, പിന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ, പാലങ്ങൾ, ഇതൊക്കെ ഒരു നേട്ടമായി വികസനമായി കണക്കിലെടുത്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്നത് കുറച്ച് പാലങ്ങളോ 6 വരി പാതകളോ നെടുനീളത്തിലുള്ള റോഡുകളോ കോൺക്രീറ്റ് റോഡുകളോ അത്യുന്നത നിലവാരത്തിലുള്ള ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ കെട്ടിപ്പടുത്തതുകൊണ്ട് ഒരു വികസനം എന്ന് പറയാൻ സാധാരണ ജനങ്ങളുടെ മുന്നിൽ ചെന്ന് പറയാൻ ഇവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം എന്ന് പറയുന്ന ആ വികസനം അവരിലേക്ക് എത്തണം. അവൻ്റെ പട്ടിണി മാറണം. കാരണം അവന് കിടക്കാനുള്ള ഒരു വീട്, ടാർപ്പാളിൻ മാറ്റിയിട്ട് ചോർന്നൊലിക്കുന്ന പുരയിൽ നിന്ന് നല്ലൊരു കെട്ടിടത്തിലേക്കുള്ള ഒരു മാറ്റം, പിന്നെ വിലക്കയറ്റം തടയാനുള്ള മാർഗം, പിന്നെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഓഫീസുകളിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് പണ്ട് ഉണ്ടായിരുന്ന ഫീസിനേക്കാൾ 10-15 ഇരട്ടിയാണ് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഫീസ് അടയ്ക്കേണ്ടി വരുന്നത്. പുതിയ വീട് വെക്കുന്നതിൻ്റെ കാര്യത്തിലായാലും രജിസ്ട്രേഷൻ്റെ കാര്യത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും 10-12 ഇരട്ടിയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ നികുതി ഇനത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരന് കിട്ടേണ്ട വികസനം എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ കൈകളിലെത്തുന്ന വികസനമായിരിക്കണം. അവന് വലിയ കാറും എടുത്തുകൊണ്ട് റോഡിൽ കൂടെ സഞ്ചരിക്കണമെന്നോ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഉന്നതമായ കെട്ടിടങ്ങൾ വെച്ച് AC-യിലും പിന്നെ 5 സ്റ്റാർ ലെവലിൽ കിടക്കണമെന്ന് അവൻ ആഗ്രഹമില്ല. അവന് സാധാരണക്കാരുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന രീതിയിൽ അവന് വികസനം എത്തണം. വികസനം എന്ന് പറഞ്ഞാൽ എന്തിനേറെ പറയുന്നു, നമുക്കൊരു നാറ്റമില്ലാത്തൊരു മൂത്രപ്പുര അത് കൊടുക്കാൻ സാധിക്കുമോ സർക്കാരിന്? നാറ്റമില്ലാത്തൊരു മൂത്രപ്പുര പബ്ലിക് ഇടങ്ങളിൽ മൂക്ക് പൊത്താതെ കയറി നമുക്ക് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു ഇടം, അല്ലെങ്കിൽ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതൊക്കെ, അതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീട് വയ്ക്കാൻ ഇപ്പോൾ 4 ലക്ഷം രൂപ കൊടുക്കുന്നു ഗവൺമെൻറ്റിൽ നിന്നും. അത് ഒരു 10 ലക്ഷമാക്കി മാറ്റി അവന് കടക്കാരനല്ലാതാക്കുന്നതാണ് വികസനം. അല്ലാതെ 4 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ സാധാരണ ഒരു വീട് വെക്കണമെങ്കിൽ 10-15 ലക്ഷം രൂപ വേണം. അത് എല്ലാവർക്കും അറിയുന്നത്. അങ്ങനെയാണ് ഈ സാധനങ്ങളുടെ വിലക്കയറ്റം. അപ്പോൾ അവന് കടവില്ലാത്ത രീതിയിൽ ഒരു വീട് വയ്ക്കാനുള്ള അവസരം ഇതുപോലെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കണ്ടിട്ടില്ലേ? നമ്മുടെ ഈ മൂത്രപ്പുര എന്ന് പറയുന്നത്, അവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകൾ, വിമാനത്താവളം, അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് ഓഫീസുകൾ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള അത് മാളുകൾ, തിയേറ്ററുകൾ, ഇവിടെയൊക്കെയുള്ള മൂത്രപ്പുരകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനേക്കാളും വൃത്തിയിലാണ് ആ മൂത്രപ്പുരകൾ കിടക്കുന്നത്. അവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ആഹാരം വരെ കഴിക്കാം. അങ്ങനെയുള്ള ഒരു നല്ല പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഈ നാറ്റമില്ലാതെ നമുക്ക് കയറി നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് നിറവേറ്റാനുള്ള ഒരിടം, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ സമയപരിമിതികളാണ് പറയുന്നില്ല. ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ് വികസനം എന്ന് പറയുന്നത്. അല്ലാതെ ഈ പിന്നെ കോൺക്രീറ്റ് റോഡുകൾ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങളല്ല യഥാർത്ഥ വികസനം. എന്തായാലും വികസനത്തിൻ്റെ പേരിൽ വോട്ട് തേടിയ ഈ 3 മുന്നണികളിലും ആരാണ് വിജയിച്ച് വരിക എന്ന് നമുക്ക് മെയ് 4 വരെ കാത്തിരുന്ന് കാണാം. എക്സിറ്റ് പോളുകളെല്ലാം പുറത്തു വന്നു. UDF വൻ വിജയം നേടി. കേരളം അടുത്ത UDF ഭരിക്കുമെന്നാണ്